Hello friends, latest notification വന്നിരിക്കുന്ന ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് FTDIയിൽ നിന്നാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സീനിയർ ഫാക്കൽറ്റി ഗ്രേഡ് 1 ആണ്. വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് PhD ഇൻ ഏരിയ ഓഫ് ഫാഷൻ ഡിസൈൻ ആൻഡ് ഫാഷൻ ടെക്നോളജി ഓർ റെലവൻറ്റ് ഫീൽഡിൽ PhD ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് മാസ്റ്റർ ഡിഗ്രിയാണ് പറയുന്നത് ഇൻ ഡിസൈൻ ഓർ ഫാഷൻ ഡിസൈൻ ഓർ ഇപ്പോഴത്തെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻ പറയുന്നത് പി ഓർ ഫാഷൻ ടെക്നോളജി ഓർ ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് അപ്പറിൽ പി പറയുന്നതിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് വിത്ത് മിനിമം 50% മാർക്ക് വേണമെന്നും പറയുന്നുണ്ട്. ഇതാണ് ക്വാളിഫിക്കേഷൻ സീനിയർ ഫാക്കൽറ്റി ഗ്രേഡ് 1 എസെൻഷ്യൽ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക. 10,000 നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ഫാക്കൽറ്റിയാണ്. ഇവിടെ 53 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ PhD തന്നെയാണ്. ഇവിടെ മാസ്റ്റർ ഡിഗ്രി തന്നെയാണ്. അതോടൊപ്പം 55% മാസ്റ്റർ ഡിഗ്രി 55% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എസെൻഷ്യൽ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുക. ഒരു സാലറി 1,50,000 വരെയാണ് കൊടുത്തിരിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ഫാക്കൽറ്റിയാണ്. ജൂനിയർ ഫാക്കൽറ്റിയിൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. മാസ്റ്റർ ഡിഗ്രി ഈ പറയുന്ന ട്രേഡിൽ. അതോടൊപ്പം തന്നെ അതിന് 55% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എസെൻഷ്യൽ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. അതോടൊപ്പം തന്നെ സാലറി 45,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി. നെക്സ്റ്റ് ഫാക്കൽറ്റിയാണ് വന്നിരിക്കുന്നത്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. വിത്ത് 55% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ട്രേഡിൽ നോത്തിരിക്കുക. അതോടൊപ്പം തന്നെ 65,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ഫാക്കൽറ്റിയാണ്. ജൂനിയർ ഫാക്കൽറ്റി 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ മാസ്റ്റർ ഡിഗ്രി വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയിരിക്കുക. ഇവിടെ സാലറി വന്ന് 45,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ആണ് ജനറൽ 40 വേക്കൻസിയാണ് കൊടുത്തിരിക്കുക. മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 55% മാർക്ക് വിത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് 65,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ജൂനിയർ ഫാക്കൽറ്റി വിളിച്ചിരുന്ന ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന ഫാഷൻ ഡിസൈൻ ഡൊമൈൻ എന്ന് പറയുന്നത് ഡിസൈൻ പ്രോസസ്സിലേക്കാണ്. ജൂനിയർ ഫാക്കൽറ്റി 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 55% മാർക്ക് ഉണ്ടായിരിക്കണം. പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് മാസ്റ്റർ ഡിഗ്രി ആയിട്ട് എടുത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് 45,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഫാക്കൽറ്റിയാണ്. അത് 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കും. 55% മാർക്ക്. 65,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് സീനിയർ ഫാക്കൽറ്റി ഗ്രേഡ് 1 ആണ്. 50 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ 50 വയസ്സ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ബേസിസിലാണ് ഓർത്തിരിക്കുക. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് PhD ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. 55% മാർക്ക്. 1,10,000 ആണ് സാലറി എന്ന് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ഫാഷൻ ഡിസൈൻ ഡൊമൈൻ എന്ന് പറയുന്നത് ടെക്സ്റ്റൈലിലേക്കാണ്. ലാബ് അസിസ്റ്റന്റ് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് 8ാം ക്ലാസ് പാസ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലാബ് അസിസ്റ്റന്റിലേക്ക് 8ാം ക്ലാസ് പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ വേണം. നിങ്ങൾക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 8 പാസ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും. നിങ്ങൾക്ക് മുൻഗണന കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 8ാം ക്ലാസ് പാസ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. സാലറി വന്ന് 25,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഓർത്തിരിക്കും. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ലെതർ ഗുഡ്സ് ആൻഡ് ആക്സസറി ഡിസൈൻ ഡൊമൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡിസൈനിലേക്ക് ജൂനിയർ ഫാക്കൽറ്റി 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ PG ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. ഈ ട്രേഡ് അല്ലെങ്കിൽ ഈ കോഴ്സ് ഏതെങ്കിലും പഠിച്ചിരിക്കണം. PG ഡിപ്ലോമ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾ പഠിച്ചവർക്കാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ ഓഫ് ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഡൊമൈൻ കമ്പോണന്റ് ആണ്. ലാബ് അസിസ്റ്റന്റ് 8ാം ക്ലാസ് പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് നോർത്തിരിക്കുക. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നോർത്തിരിക്കുക. സാലറി 25,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി നോർത്തിരിക്കുക. ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ITSC ആണ്. ഡൊമൈൻ ITSC ആണ്. അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. BA അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് 55% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് MSc in CS അല്ലെങ്കിൽ MSc in IT അല്ലെങ്കിൽ MBA in IT വിത്ത് 55% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് നോക്കിക്കുക. പിന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ ഡിപ്ലോയ്മെന്റിൽ 40,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ജസ്റ്റ് നോർത്തിരിക്കുക. അസിസ്റ്റന്റ് മാനേജർ ആണ്.
ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിരുദം വിത്ത് 55 മാർക്കോടെ ഏതെങ്കിലും ഒരു ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇല്ല, അപ്പം ഇവിടെ വർക്ക് എക്സ്പീരിയൻസിന് ആവശ്യമില്ല നിങ്ങൾക്ക്. അപ്പം 55% മാർക്കും വിത്ത് ഏതെങ്കിലും ഒരു ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് മാനേജർ 40,000 പെർ മന്ത് നിങ്ങൾക്ക് സാലറി കിട്ടുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നീട് നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇൻ്റർവ്യൂ എല്ലാം നിങ്ങൾക്ക് വരുന്ന മെയിലോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് പറയുന്നത് 3 മെയ് 2025. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26 മെയ് 2025 ഓർത്തിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 26 മെയ് 2025 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യൂ. താങ്ക് യു.